ഉള്ളവരെ ഞാനിന്ന് 2-3 കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ആത്മീയപാതയിൽ സഞ്ചരിക്കുന്നവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. കർമ്മം ഉപേക്ഷിക്കണം, കുടുംബത്തെ ഉപേക്ഷിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ പാതയിൽ സഞ്ചരിക്കാൻ പറ്റൂ എന്നുള്ളൊരു മിഥ്യാധാരണ. ധാരാളം പേരെന്നെ വിളിക്കാറുണ്ട്, സാറേ എവിടെയെങ്കിലും സ്വസ്ഥമായി ശാന്തമായി മെഡിറ്റേഷൻ ചെയ്യാൻ ഒരു സ്ഥലം പറഞ്ഞു തരുമോ, ഏതെങ്കിലും ഒരു ആശ്രമം പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് വളരെ ദുഃഖം തോന്നാറുണ്ട്. കാരണം എവിടെയാണോ നമ്മളുള്ളത് അവിടെ നമുക്ക് നമ്മളതായ ഹാപ്പിനെസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ കുടുംബത്തെ ഉപേക്ഷിക്കേണ്ട, കർമ്മം ഉപേക്ഷിക്കേണ്ട, ധ്യാനവും ഉപേക്ഷിക്കേണ്ട. ഇത് മൂന്നിനെയും നമ്മൾ കൂട്ടിയിണക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, ഇതാണ് നമ്മുടെ ഭീഷണ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അത്യാവശ്യം നമ്മൾ ജീവിക്കേണ്ട ഈ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യണ്ടേ. അത് നമുക്ക് ഇഷ്ടമുള്ള കർമ്മം ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല, ആരും ചെയ്യാൻ പാടില്ല. അതാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോഴേ ആ കർമ്മം ബ്യൂട്ടി ആവുകയുള്ളൂ, കർമ്മയോഗം. അതുപോലെ തന്നെ ധ്യാനിക്കണം. വെറും കർമ്മം ചെയ്തുകൊണ്ട് കാര്യമില്ല. അല്പസമയം നമ്മളെ തിരിച്ചറിയുവാൻ, നമ്മുടെ ഉള്ളിലേക്ക് ഹൂ എം ഐ രമണ മഹർഷി പറഞ്ഞതുപോലെ ഞാൻ ആരാണെന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടല്ലോ. ഈ ജീവിതം എന്തിനു വേണ്ടിയാണ്, അപ്പോൾ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്, ഈ ചോദ്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും, എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ രണ്ടാമത് നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഉള്ളിലേക്ക് കണ്ണടച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ അതിനാണ് ഈ 112 ടെക്നിക്സും വിജ്ഞാന ഭരപന്ത്രയിൽ ഓഷോ വിവരിച്ചിട്ട് പോയിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ളത് സ്വീകരിക്കാം. അത് ഇന്നേ വഴിയിലൂടെ പോയാൽ മാത്രമേ അങ്ങനെ. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തഡോളജി അല്ലെങ്കിൽ നമ്മളതായി സ്വന്തം ക്രിയേറ്റ് ചെയ്യുന്ന മെത്തഡോളജിയിലും പോകാം. നമുക്ക് മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്വസ്ഥവും ശാന്തവുമാക്കാം, അതാണ് മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുടുംബം, നമുക്ക് കുടുംബത്തിൽ നമ്മളെങ്ങനെ വളരും, ജീവിക്കും. നമ്മളെ പിറകിൽ നമ്മളെ സഹായിച്ച, നമ്മളെ പെറ്റു വളർത്തിയ നമ്മുടെ അമ്മയും അച്ഛനും ഇവരൊക്കെ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ ഏത് ആശ്രമത്തിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇവർക്കും കൂടി നമ്മൾ താങ്ങായി തണലായി മാറേണ്ടതല്ലേ. ഇതല്ലേ ധർമ്മം. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയല്ലേ. നമ്മൾ കാരുണ്യമുള്ളവരാകുക, പരസ്പരം സഹായികളാകുക. അതാണ് സർവീസ് ഈസ് ഗോഡ് എന്ന് പറയുന്നത്. സേവനത്തിലൂടെ നിങ്ങൾക്ക് ദൈവത്തിൽ എത്തിച്ചേരാൻ പറ്റും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്, സഹായിച്ചുകൊണ്ട് നമുക്ക് ആ മേഖലയിലേക്ക് പറന്നു വരാം. അതും ആത്മീയത തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളതായ കഴിവനുസരിച്ചിട്ടുള്ള ജോലി കണ്ടെത്തിക്കൊണ്ട്, കർമ്മം ചെയ്തുകൊണ്ട്, കർമ്മയോഗത്തിലൂടെ നിങ്ങൾക്ക് ദൈവത്തിലെത്താം. പിന്നെ നിങ്ങൾക്ക് ധ്യാനം, അതാണ് അൾട്ടിമേറ്റ്. ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ എന്താണെന്ന് നമുക്ക് സ്വയം അറിയാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അതാണ്. അത് പാടി നടക്കാനോ മറ്റുള്ള മുമ്പിൽ അത്ഭുതം കാണിക്കാനോ ഒന്നുമല്ല. മറ്റുള്ള കൂട്ടരിൽ വെല്ലുവിളിച്ച് ഞാൻ അങ്ങനെയൊന്നുമല്ലത്. നമ്മളുള്ളിൽ എന്തെന്നില്ലാതെ അകാരണമായ ഒരു ശാന്തിയും സമാധാനവും ആനന്ദവും, ഒരു കൃതജ്ഞത, ഒരു നന്ദിയുള്ള മനുഷ്യനാകുക എന്നുള്ളതാണ്. എല്ലാറ്റിനോടും എല്ലാവരോടും, ഈ സർവ്വചരാചരങ്ങളോടും നമ്മൾ നമ്മുടെ സഹോദരങ്ങളാണല്ലോ എല്ലാം. പട്ടിയും പൂച്ചയും പുല്ലും പുഴുവും എല്ലാം മരവും ചെടികളും എല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. അവരൊക്കെ ഉണ്ടെങ്കിലേ നമുക്കും ജീവിതം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. അനാവശ്യമായി ആരെയും നമ്മൾ ഒരു കാരണത്തിലും വേദനിപ്പിക്കാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ തിരിച്ചടിക്കും, 10 മടങ്ങായി നമ്മളിലേക്ക് തന്നെ തിരിച്ചടിക്കും. അതുകൊണ്ട് ഈ 3 കാര്യവും കൂട്ടിച്ചേർത്തുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ നമ്മൾക്ക്, അതിനുവേണ്ടി നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങളുടെ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുക. ഹാപ്പിനെസ് ഈസ് യുവർ ക്രിയേഷൻ എന്നൊരു മഹാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മൾ തന്നെ സൃഷ്ടിക്കേണ്ടതാണ്. കാശ് കൊടുത്ത് ഒരിക്കലും എവിടെ നിന്നും വാങ്ങിക്കാൻ പറ്റില്ല, ആർക്കും നൽകുവാനും പറ്റില്ല. നമ്മൾ സ്വയം തന്നെ അത് കണ്ടെത്തേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.